Hello, my dear subscribers and dear viewers. Welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് നാളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ദോശക്കല്ല് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുക എന്നുള്ളതിൻ്റെയാണ് കേട്ടോ. എന്നോട് കുറച്ച് പേര് ചോദിച്ചു, നമ്മൾ കുറേ നാളായാലും ഉപയോഗിക്കുന്ന ദോശക്കല്ല്, അപ്പോൾ അതിലിങ്ങനെ ക്ലാവ് പിടിക്കുന്ന പോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് വീട്ടിൽ തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റുക, അത്ര വൃത്തിയായിട്ട് നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം എന്നുള്ളതിൻ്റെ വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് താല്പര്യമുള്ളവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഈ കാണുന്ന ദോശക്കല്ല് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഒരു 6 വർഷത്തോളമായി ഞാനത് വാങ്ങിച്ചിട്ട്. ഒരു 3 വർഷം മുൻപാണ് ഞാനിതൊന്ന് ക്ലീൻ ചെയ്തെടുത്തത്. അതിൻ്റെ ആവശ്യമൊക്കെ തന്നെ നമുക്കുള്ളൂ, നമ്മൾ സ്ഥിരം ദോശ ഉണ്ടാക്കുന്നില്ല. സോ അപ്പോൾ ഇന്ന് ഞാൻ നോക്കിയപ്പം ഈ ദോശക്കല്ലിൻ്റെ മുകളിൽ ഇതേപോലെ കുഞ്ഞു കറുത്ത നിറത്തിലുള്ള കുഞ്ഞു പാളികൾ, അതുപോലെ ദോശക്കല്ലിൻ്റെ സൈഡിൽ നിറയെ ഇങ്ങനെ ദോശയുടെ എണ്ണയും ദോശയുടെ പൊടിയും അങ്ങനെയൊക്കെ പറ്റി പിടിച്ചിട്ടുള്ള ഡസ്റ്റുകൾ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പൊതുവേ ഞാൻ ദോശ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വെറുതെ ചൂടാക്കി എണ്ണ പുരട്ടി വെക്കുകയാണ് ചെയ്യാറ്, കഴുകാറൊന്നുമില്ല. ഇതേപോലെ ഒരു 2-3 വർഷം കൂടുമ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കും. അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഞാൻ എങ്ങനെയാണ് ഈ ദോശക്കല്ല് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അത്യാവശ്യം നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടും കേട്ടോ. പിന്നെ ഇത് സീസണിങ് ചെയ്യുന്നത്, അതായത് അയൺ പാത്രങ്ങൾ സീസണിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ മുൻപേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കാണാം. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഈ ദോശക്കല്ലൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ ഇതുപോലെ കുറച്ച് വെള്ളം എടുത്തിട്ട് ദോശക്കല്ലിൽ ഒഴിച്ച് വയ്ക്കുക. അതായത് ഇതിപ്പോൾ ഡ്രൈ ആയിട്ടുള്ള ദോശക്കല്ലാണല്ലോ, അപ്പോൾ അതിലത്തെ എന്തെങ്കിലും പൊടിയോ എണ്ണയോ ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വെള്ളത്തിൽ കിടന്ന് കുതിരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. വെറുതെ വെള്ളം ഒഴിച്ച് വെക്കണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ കുറച്ച് ഇതുപോലെ പ്രില്ലോ വിമ്മോ അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് ഒഴിച്ച് വെക്കുകയും ചെയ്യാം. ഞാനിവിടെ ഒരു 3 വർഷമായിട്ട് കഴുകിയിട്ട്, അത് കാരണം കൊണ്ട് തന്നെ കുറച്ച് പ്രില്ലും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടാണ് ഇതുപോലെ കുതിരാൻ വെക്കുന്നത്. ലിക്വിഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഡിഷ് വാഷർ യൂസ് ചെയ്യുക കേട്ടോ. സോപ്പ് പൊടി അല്ലെങ്കിൽ സോപ്പ് അങ്ങനെ ഉപയോഗിക്കാതെ ഇങ്ങനെ ഏതെങ്കിലും ഡിഷ് വാഷേഴ്സ് യൂസ് ചെയ്യാം. അത് ഇതിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ അതിലത്തെ വെള്ളവും പിന്നെ അതിലത്തെ ഡിഷ് വാഷറും കൂടിയിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് വെച്ച് കൊടുക്കുക. ഇതൊരു 10 മുതൽ അരമണിക്കൂർ വരെ വയ്ക്കാം. 10 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ വയ്ക്കാം. അരമണിക്കൂറിന് കൂടാൻ പാടില്ല. അങ്ങനെ കൂടാനായിട്ട് സാധ്യതയുണ്ടെങ്കിൽ വെറുതെ വെള്ളം ഒഴിച്ച് വെച്ച് കൊടുത്താലും മതിയാവും. ഇത് കുറച്ചും കൂടി വൃത്തിയായിട്ട് ക്ലീൻ ആവാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ പ്രില്ല് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇത് ഞാനൊരു 15 മിനിറ്റോളം ഇങ്ങനെ വെക്കുന്നുണ്ട്. 15 മിനിറ്റിന് ശേഷം നമുക്ക് ഈ വെള്ളം കളയാം. കഴുകേണ്ട ആവശ്യമില്ല, ഈ സോപ്പ് വെള്ളം വെറുതെ കളഞ്ഞെടുത്താൽ മതി. ഇനിയാണിത് നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്യാൻ തുടങ്ങുന്നത്. അതിനാദ്യം ഇതുപോലെ കത്തിയോ അല്ലെങ്കിൽ ഷാർപ്പ് എഡ്ജുള്ള ഏതെങ്കിലും ഒരു ടൂൾ എടുക്കുക. അതിനുശേഷം ഇതേപോലെ ഈ ദോശക്കല്ലിൻ്റെ സൈഡിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ദോശയുടെ കുഞ്ഞു തരികളും പൊടികളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ഇത് നല്ല ഷാർപ്പ് എഡ്ജ് ആവുമ്പം ഇത് നന്നായിട്ട് ഇളകിപ്പോരും. അങ്ങനെ നമുക്ക് പറ്റുന്നത് പോലെ മാക്സിമം ക്ലീൻ ചെയ്ത് എടുക്കണം. ഞാനിവിടെ ഒരു 3 വർഷം കൂടുമ്പോഴൊക്കെയാണ് ഇങ്ങനെ ക്ലീൻ ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ദോശയുടെ പൊടിയും തരിയൊക്കെ ഇതിൻ്റെ സൈഡിൽ ഇരിക്കുന്നുണ്ട്. ഇത് നമുക്ക് പെട്ടെന്നൊന്നും കാണാൻ കിട്ടില്ല. ഇതുപോലെ വെള്ളമൊക്കെ ഒഴിച്ച് കുതിർത്തിയിട്ട് ഇങ്ങനെ എന്തെങ്കിലും ടൂൾ വെച്ചിട്ടൊക്കെ എടുക്കുമ്പോഴാണ് നമുക്ക് തന്നെ അത്ഭുതം തോന്നുക, ഓ ഇത്രയധികം പൊടിയൊക്കെ ഇതിൻ്റെ സൈഡിൽ പറ്റി പിടിച്ചിരിക്കിട്ടുണ്ടായിരുന്നു എന്ന്. ഇത് നമ്മൾ ഒഴിക്കുന്ന എണ്ണ, അതുപോലെ ഇതിലുണ്ടാക്കുന്ന ദോശ, അതിൻ്റെയൊക്കെ കുഞ്ഞു പീസസ് അല്ലെങ്കിൽ അതിൻ്റെ തരികളും പൊടികളൊക്കെ അടിഞ്ഞു കൂടിയിട്ടാണ് ഇതുപോലെ പറ്റിയിരിക്കുന്നത് കേട്ടോ. കഴുകിയിട്ട് ഒരുപാട് നാളായിട്ടുണ്ടെങ്കിലും നമുക്കിതിൽ പൂപ്പലോ പായലോ പ്രശ്നങ്ങളോ അങ്ങനെയൊന്നും ഇല്ല. പക്ഷേ എങ്കിലും ദോശക്കല്ലല്ലേ, ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്യണ്ടേ. സോ അപ്പം ഞാൻ നല്ലോണം സമയം എടുത്തിട്ട് തന്നെ ക്ലീൻ ചെയ്തു. കാരണം ഇനിയിപ്പോൾ ഈ അടുത്ത കാലത്തൊന്നും ഇത് ക്ലീൻ ഒന്നും ചെയ്യില്ല. കാരണം ഒന്നാമത്തെ കാര്യം ഇരുമ്പിൻ്റെ കല്ലാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇനി കഴുകാനോ ഇടയ്ക്കിടയ്ക്ക് സോപ്പിടാനോ കഴുകാനോ ഒക്കെ നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ സീസണിങ് പോവും. അപ്പോൾ ഈ 2-3 വർഷം കൂടുമ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കല്ലിനും കേടുവരില്ല, അതുപോലെ സീസണിങ് ചെയ്തതും പോവില്ല. പക്ഷേ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ ഡീപ്പ് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങളുടെ കയ്യിലുള്ള ടൂൾ ഏതാണെന്നുണ്ടെങ്കിൽ, കത്തിയോ അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ഏത് ടൂളാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഷാർപ്പ് എഡ്ജ് വെച്ച് ഇതേപോലെ ദോശക്കല്ലിൻ്റെ മേളിൽ, അതായത് ഈ എണ്ണയൊക്കെ ഒഴിച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ പാളിയൊക്കെ ഇളകി നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നന്നായിട്ടൊന്ന് ചുരണ്ടിയെടുക്കുക. ഇത് ദോശയൊക്കെ നമ്മുടെ ദോശക്കല്ലിൽ വെച്ചിട്ട് കരിയില്ലേ, ആ സമയത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന കരി വരെ ആകാം.
അങ്ങനെയുള്ളതൊന്നും നമുക്ക് ഉരച്ച് കളയാതെ പോവില്ല. കാരണം നമ്മളത് വേറെ കഴുകുന്നൊന്നുമില്ലല്ലോ, വെറുതെ കഴുകി എടുക്കുകയല്ലേ, അതിലൊന്നും നമുക്ക് ഈ കരി പോവില്ല. അപ്പോൾ ക്ലീൻ ചെയ്യുമ്പം അതും കൂടെ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ അതാ ഇതുപോലെ കയ്യിലേക്ക് ഈ കരിയൊക്കെ ഇളകി വരും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ ദോശയുടെ മേലെ ഈ കരി പറ്റി പിടിച്ചിരിക്കുന്നത് കാണാം. അങ്ങനെ ആകുമ്പോഴാണ് ശരിക്കും ദോശക്കല്ല് ക്ലീനാക്കാറായി എന്ന് നമുക്ക് മനസ്സിലാവുക. മാക്സിമം ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്യുമ്പം ടൂള്, കത്തി എന്താണെങ്കിലും കൈ സൂക്ഷിക്കണം കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊക്കെ നമ്മുടെ കൈക്ക് എൻ്റെ ഇടയിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ പിന്നെ ചോരയുടെ 5 കളിയായിരിക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് സൂക്ഷിച്ച് തന്നെ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുക. ഞാൻ തന്നെ ഒരു അരമണിക്കൂർ എടുത്തിട്ടാണ് ഇതൊക്കെ ക്ലീൻ ചെയ്ത് വന്നത്. എൻ്റെ 2 കൈയും വയ്യാതായിട്ടോ അവസാനമായപ്പോഴേക്കും. പക്ഷെ എങ്കിലും സാരില്ല, നമുക്ക് കുട്ടികൾക്കൊക്കെ കഴിക്കാനുള്ള ദോശയൊക്കെ ഉണ്ടാക്കുന്ന കല്ലല്ലേ, ക്ലീൻ ചെയ്യുമ്പോൾ വൃത്തിയായിട്ടൊക്കെ ക്ലീൻ ചെയ്യണ്ടേ. അത് കാരണം കൊണ്ടാണ് പിന്നെ അതൊന്നും നോക്കാതെ ഞാനിത് ക്ലീൻ ചെയ്തത്. ഈ കാണുന്ന സ്പീഡിലൊന്നും അല്ല കേട്ടോ ഞാൻ ക്ലീൻ ചെയ്തെടുത്തത്. നല്ലോണം സാവധാനത്തിലാണ് ഇത് ക്ലീൻ ചെയ്തെടുത്തത്. അതുകൊണ്ട് തന്നെ ഈ കല്ലിൻ്റെ മുകളിലും എൻ്റെ കയ്യിലും ഒക്കെ ഉള്ള കരിയുണ്ടോ, എന്തുമാത്രം കരി അതൊന്ന് ഇളകി പോകുന്നതെന്ന് നോക്കിക്കേ. 3 വർഷത്തെ സമ്പാദ്യമുണ്ട് ഇതിൽ. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. ഇനി നമ്മൾ സോപ്പ് ഉപയോഗിച്ചിട്ട് വീണ്ടും കഴുകുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ സ്റ്റീലിൻ്റെ ഒരു സ്ക്രബ്ബർ എടുക്കുക. അത് തന്നെ വേണം കേട്ടോ, കാരണം അതിൽ അങ്ങനെ ഇട്ട് ഉരച്ചാലേ അഴുക്ക് പോവുള്ളൂ. ഇനി അതിലേക്ക് ഇതുപോലെ ഏതെങ്കിലും ഒരു ലിക്വിഡ് ഡിഷ് വാഷർ യൂസ് ചെയ്യുക. സോപ്പ് പൊടിയോ സോപ്പോ ഉപയോഗിക്കരുത്. ഇതുപോലെ എന്തെങ്കിലും ലിക്വിഡ് ആയിട്ടുള്ള ഡിഷ് വാഷർ തന്നെ യൂസ് ചെയ്യുക. എന്നിട്ട് മുഴുവൻ ശക്തി എടുത്ത് വീണ്ടും ഉരയ്ക്കുക. എന്തായാലും നമ്മുടെ ടൂൾസ് ഉപയോഗിച്ചിട്ട് അത്യാവശ്യം കരിയൊക്കെ ഇളക്കിയിട്ടിട്ടുണ്ട്. ഇനി അതിലും കൂടുതൽ കരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ കഴുകി കഴിഞ്ഞാൽ പൊയ്ക്കോളൂ. അങ്ങനെ ഒരു 4-5 മിനിറ്റ് എടുത്തിട്ട് നന്നായിട്ട് ഉരച്ച് കഴുകിയതിന് ശേഷം ഈ ദോശക്കല്ല് മറിച്ചിടുക. അതിൻ്റെ അടിഭാഗവും കഴുകണം, എന്തായാലും ക്ലീനിങ് അല്ലേ, അപ്പോൾ പിന്നെ 2 സൈഡും കഴുകാം. കാരണം അതിൻ്റെ അടിയിലൊന്നും നമ്മൾ എണ്ണ തേക്കാറില്ല. എന്നാൽ അത് സ്റ്റൗവിൻ്റെ മേലെ ഇരുന്നിട്ട് നന്നായിട്ട് തീയും പുകയൊക്കെ കൊള്ളണമുണ്ട്. സോ അതിൻ്റെ അടിയിലും കരി പറ്റി പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ എൻ്റെ ദോശക്കല്ലിൻ്റെ താഴെ ഞാൻ എത്ര ഉരച്ചിട്ടും ഇത്രയും കിട്ടിയുള്ളൂ കേട്ടോ. ഒരുപാട് കരിയൊന്നുമില്ല, കാരണം നമ്മൾ അടുപ്പിലൊന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ. സ്റ്റോൺ നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ മേലെ മാത്രമല്ലേ വെക്കുന്നുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് ഇത്ര അഴുക്കേ എനിക്ക് കിട്ടിയുള്ളൂ. ഇനി അതിന് ശേഷം ഏതെങ്കിലും ഒരു പൈപ്പിൻ്റെ ചോട വെച്ചിട്ട് ഈ കല്ല് ഇങ്ങനെ 2 ഭാഗവും നന്നായിട്ട് കഴുകിയെടുക്കുക. ഇപ്പം നമ്മുടെ കല്ല് ആദ്യമായിട്ട് മയക്കിയെടുത്തതിൻ്റെ പകുതിയും പോയി കാണും. അപ്പോൾ നമുക്കൊന്നും കൂടി ഇത് ചെറുതായിട്ടൊന്ന് സീസൺ ചെയ്തെടുക്കാം. വെറുതെ എണ്ണ ഒഴിച്ച് കൊടുത്താലും മതിയാവും. പക്ഷെ ഞാനിവിടെ കുറച്ച് സബോളയും കടുകും ഒക്കെ ചേർത്ത് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും ഇരുമ്പിൻ്റെ കറയുണ്ടെങ്കിൽ അത് പോയിക്കോട്ടെ എന്ന് വെച്ചിട്ട്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഇതുപോലെ ദോശക്കല്ല് സ്റ്റൗമ്മ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. സത്യം പറഞ്ഞാൽ ചൂടായി വന്നപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചേട്ടോ, കുറച്ചും കൂടി അഴുക്ക് പോകാനുണ്ടായിരുന്നു. അത് ഉരച്ചതിലും പോയില്ല, ടൂള് കൊണ്ടും പോയില്ല. കാരണം അത്രയും ഞാൻ കിടന്ന് പണിയെടുത്തു. അപ്പോൾ കൈയൊക്കെ വയ്യാതായിട്ടുണ്ടായിരുന്നു, അപ്പം നിർത്തിയതാണ്. പക്ഷേ എങ്കിലും ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ കൈയോടെ തന്നെ എൻ്റെ നൈഫ് എടുത്തിട്ട് വീണ്ടും അത് നന്നായിട്ടൊന്ന് ഉരച്ച് കളഞ്ഞു. അത് പിന്നെ ഞാൻ തുടച്ചെടുത്തു കേട്ടോ. അതിന് ശേഷം പിന്നെ കഴുകേണ്ടിയൊന്നും വന്നില്ല. ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ടുള്ള ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും ടവലോ വെച്ചിട്ട് നന്നായിട്ട് അതിലത്തെ വെള്ളം തുടച്ചെടുക്കുക. അതിലത്തെ പൊടിയും നന്നായിട്ട് തുടച്ചെടുക്കുക. ഇനി കുഞ്ഞിതായിട്ട് സീസണിങ് ചെയ്യാനായിട്ട് ഓയിൽ ഒഴിക്കാം. ഓയിലെന്ന് പറയുമ്പോൾ നല്ലെണ്ണ എടുക്കാം, എള്ളെണ്ണ എടുക്കാം. കാരണം അതിന് കട്ടി കൂടുതലായതുകൊണ്ട് തന്നെ നമ്മുടെ കല്ല് നന്നായിട്ട് മയങ്ങി കിട്ടും. മാത്രമല്ല നമ്മുടെ കല്ലിൽ നന്നായിട്ട് എണ്ണമയം നിൽക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് നല്ലെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണ ഉപയോഗിക്കുന്നത്. അത് അത്യാവശ്യം ഒഴിക്കണം കേട്ടോ, കാരണം നമ്മൾ ഒന്നും കൂടെ സീസണിങ് ചെയ്യുകയാണല്ലോ. അപ്പം അത് കാരണം ഇത് വലിയ കല്ലായതുകൊണ്ട് തന്നെ കല്ലിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഓയിൽ എത്തുന്ന രീതിക്കും ഒപ്പി തുടച്ചെടുക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഓയിൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതായത് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഞാനിതിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ചേർക്കുമ്പോൾ പാൻ ഒരുപാട് ചൂടായിട്ട് ചേർത്ത് പോകരുത്, കാരണം കടുക് ചിലപ്പോൾ കരിയും. അതുകൊണ്ട് തന്നെ ഒരു പകുതി മുക്കാലോളം എണ്ണ ചൂടാവുമ്പോൾ കടുക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പതുക്കെ കടുക് അവിടെ കിടന്ന് പൊട്ടിക്കോളും. പിന്നെ ഇതുപോലെ സിലിക്കൻ്റെ തവി എന്തെങ്കിലും ഉണ്ടെങ്കിൽ സീസണിങ് ചെയ്യാൻ അത് ഉപയോഗിക്കുകയാണ് നല്ലത്. കാരണം സ്റ്റീലിൻ്റെ യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, മരത്തിൻ്റെ ആയാലും കുഴപ്പമില്ല. സ്റ്റീലിൻ്റെ ഉപയോഗിക്കുമ്പോൾ ചിലപ്പം സീസണിങ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കല്ലിലേക്ക് ചിലപ്പോൾ പാടുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ അതിൻ്റെ ഇടയിൽ ചിലപ്പം സീസണിങ് കിട്ടാതെ പോവും. അപ്പോൾ അതിന് നല്ലത്, അതായത് ഉരച്ചിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സോഫ്റ്റായിട്ടുള്ള സിലിക്കൻ്റെയും മരത്തിൻ്റെയും തവി ഉപയോഗിക്കാനായിട്ട് പറഞ്ഞത്. കടുക് അത്യാവശ്യം പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം മതിയാവും. 1/2 ടീസ്പൂൺ വേണ്ട,
1/4 ടീസ്പൂണിൽ കൂടുതൽ, എന്നാൽ 1/2 ടീസ്പൂണും വേണ്ട, അത്രയും ഉഴുന്ന് ചേർത്ത് കൊടുക്കുക. മുഴുവൻ ഉഴുന്ന് തന്നെ ആയിക്കോട്ടെ, ഉഴുന്നും പരിപ്പല്ല, നമ്മുടെ സാധാരണ വീട്ടിലുള്ള ഉഴുന്നായാലും മതി. അത് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇനി നമ്മുടെ മെയിനായിട്ടുള്ള സബോള, ഇതിൽ ഞാൻ ഒരു സബോള ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്. അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇരുമ്പ് പാത്രങ്ങളൊക്കെ ഉള്ള നല്ല നമ്പർ 1 ഔഷധമാണ് സബോള അല്ലെങ്കിൽ ചെറിയുള്ളി. ഇതിപ്പോൾ കടുക് പൊട്ടിച്ചില്ലെങ്കിലും ഉഴുന്ന് പൊട്ടിച്ചില്ലെങ്കിലും നല്ല എണ്ണയിൽ ഇതുപോലെ സബോളയോ ചെറിയുള്ളിയോ കുനുകുന അരിഞ്ഞിട്ട് വഴറ്റിയാലും മതി. വഴറ്റി കരിഞ്ഞു പോകരുത് കേട്ടോ. അതായത് കല്ലിന്ന് കരിഞ്ഞ പുക വരാൻ പാടില്ല എന്നർത്ഥം. അത്യാവശ്യം 1/4 ഭാഗത്തോളം സബോള നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഇതുപോലെ കല്ലിൻ്റെ മുകളിലായിട്ട് നന്നായിട്ട് പരത്തി വെച്ച് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ചെയ്യാനുള്ളത്, ഇതുപോലെ ടിഷ്യൂ പേപ്പറോ നല്ല ഡ്രൈ ആയിട്ടുള്ള ടവലോ എടുത്തിട്ട് ഇതിലുള്ള എണ്ണയില്ലേ, നമ്മുടെ സബോള നന്നായിട്ട് മുറുക്കിയിട്ടുള്ള എണ്ണ, അത് മുക്കിയിട്ട് ദോശക്കല്ലിൻ്റെ പിടിയിലും സൈഡിലും ഒക്കെ അങ്ങോട്ട് പരത്തി കൊടുക്കുക. നന്നായിട്ട് പുരട്ടി കൊടുക്കുക. അതിനുശേഷം കുറച്ച് നേരം ചൂടാറാൻ വയ്ക്കുക. ചൂടാറാൻ വയ്ക്കുക എന്ന് പറഞ്ഞാൽ തണുത്തു പോവല്ല, അത്യാവശ്യം നമുക്ക് കല്ലൊക്കെ ഒന്ന് തൊടാവുന്നൊരു ചൂടാവുന്നത് വരേക്കും ഒന്ന് ചൂടാറാൻ വയ്ക്കുക. സത്യം പറഞ്ഞൊരു ഫുൾ നൈറ്റ് വെക്കണമെന്നില്ല കേട്ടോ. കാരണം ഫസ്റ്റ് സീസണും ചെയ്യുമ്പോൾ നമുക്കിതൊരു ഫുൾ നൈറ്റ് വെക്കണം. ഇപ്പം അതിൻ്റെ ആവശ്യമില്ല, പക്ഷെ വെച്ചാൽ നല്ലതാണ്. വെക്കണമെങ്കിൽ വെക്കാം, അത്രയേ ഉള്ളൂ. കാര്യം നമ്മുടെ ഇരുമ്പിൻ്റെ കല്ലിൽ അങ്ങനെ കറിയൊന്നുമില്ല. അതിൻ്റെ മുകളിലിട്ടിട്ട് ഞാൻ സബോള വാട്ടിയത്. പക്ഷേ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ അതേപോലെ തന്നെയാണ് എനിക്കിപ്പോഴും പറയാനുള്ളത്, ഇത് കളയണം കേട്ടോ. ചുമ്മാ ചമ്മന്തി അരയ്ക്കാനൊന്നും നോക്കരുതേ, ഇത് കളഞ്ഞേ പറ്റൂ. കാരണം നമ്മൾ കാണാത്ത കറ ഇതിലുണ്ടായിരിക്കും. ഇനി നമ്മുടെ ദോശക്കല്ലിൽ ഇതേപോലെ എന്തെങ്കിലും ഡ്രൈ ആയിട്ടുള്ള തുണിയോ ടിഷ്യൂ പേപ്പറോ വെച്ചിട്ട് കടുകും ഉഴുന്നും എല്ലാം നന്നായിട്ട് മാറ്റിയെടുക്കുക. അതിൻ്റെ മുകളിൽ നിന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് മാറ്റിയെടുക്കുക. അതിനുശേഷം അത്യാവശ്യം ചൂടുള്ള ഈ കല്ല് നമ്മൾ മറച്ച് വെക്കുകയാണ്. കാരണം അതിൻ്റെ താഴെ എണ്ണ പരട്ടണ്ടേ, മുകളിൽ മാത്രം പറ്റിയാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ അത്യാവശ്യം ചൂടുണ്ട്, അതായത് ഒരു എണ്ണയൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം മെൽട്ടാവാനുള്ളൊരു ചൂട് ആ കല്ലിനുണ്ട്. അപ്പോൾ ഇതേപോലെ ഏതെങ്കിലും നല്ലെണ്ണയോ എള്ളെണ്ണയോ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ പുറം ഭാഗത്തും കൂടി നന്നായിട്ട് തേച്ച് കൊടുക്കണം. അത്രയേ ഉള്ളൂ. ഇനി അത് ഒന്നും കൂടെ ചൂടാറാനായിട്ട് വയ്ക്കാം. ദോശക്കല്ലും ചപ്പാത്തിക്കല്ലും ഒക്കെ വെക്കാനായിട്ട് ഇതുപോലൊരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഇത് ഞാൻ മീഷോന്നാണ് വാങ്ങിച്ചത് കേട്ടോ. ഇതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ മുന്നേ ചെയ്തിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് കാണാം. അപ്പം ഇത് നല്ല ക്വാളിറ്റി ഉള്ളൊരു സ്റ്റാൻഡാണ്. അപ്പം നല്ല വെയിറ്റുള്ള ഈ ഒരു ദോശക്കല്ലൊക്കെ താങ്ങാനും, കണ്ടോ ഇത്രയും പാത്രങ്ങൾ ഇരുന്നിട്ടും അതൊക്കെ താങ്ങാനുള്ളൊരു കപ്പാസിറ്റി ഇതിനുണ്ട്. സോ ഇതുമല്ലാണ് ഞാൻ എൻ്റെ ദോശക്കല്ലും വെക്കാറുള്ളത്. അപ്പോൾ ഇരുമ്പിൻ്റെ പാത്രങ്ങൾ എപ്പോഴും നമ്മൾ എണ്ണ പുരട്ടി വെക്കുന്ന കാരണം കൊണ്ട് ഇതുപോലെ താഴെ ഒരു തുണി ഇട്ടിട്ട് വേണം ഇതൊക്കെ വെക്കാനായിട്ട്. മാത്രമല്ല ഇതൊക്കെ അടഞ്ഞു കിടക്കുന്ന കബോർഡുകൾക്കുള്ളിലൊന്നും തന്നെ ഇരുമ്പിൻ്റെ പാത്രങ്ങൾ വെക്കാൻ പാടില്ല. നല്ല തുറസായിട്ടുള്ള സ്ഥലത്ത് വേണം വെക്കാനായിട്ട്. വെയിൽ കൊണ്ടില്ലെങ്കിലും കാറ്റ് കിടക്കുന്ന ഏതെങ്കിലും നല്ലൊരു സ്ഥലത്ത് വേണം ഈ പാത്രങ്ങളൊക്കെ നമ്മൾ സൂക്ഷിക്കാനായിട്ട്.